എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗിരിജ അന്തർജനം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 16-ാം തീയതി 1201 ആണ്ട് കുംഭമാസം 4-ാം തീയതിയാണ്. തിങ്കളാഴ്ചയാണ്. തിരുവോണം നക്ഷത്രവുമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഫലങ്ങളിലേക്ക് കടക്കാം. മേടൻ രാശിക്കാരെന്ന് പറയുമ്പോൾ അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ പാദവും ചേർന്നതാണ് മേടൻ രാശി. മേടൻ രാശിക്കാർക്ക് ആരോഗ്യം പൊതുവെ നന്നായിരിക്കും. അതുപോലെ ബാക്കി ഉള്ള ആൾക്കാരുമായിട്ടുള്ള വഴക്ക് കൂടാനുള്ള ഒരു ടെൻഡൻസി ഒഴിവാക്കുക. യാത്രകളൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ എടുത്തുചാട്ടമൊക്കെ, ഒരു വെപ്രാളം, അങ്ങനെയുള്ള ഏത് കാര്യത്തിനും ഒരു ധൃതി കൂട്ടുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ ഇന്നത്തെ ദിവസം നല്ലതല്ല, ഒന്ന് സൂക്ഷിക്കേണ്ട ദിവസമാണ്. അതുപോലെ ധനപരമായിട്ടൊക്കെ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള ദിവസമാണ്. മനസമാധാനം കുറച്ച് കുറവാണ്. ഈശ്വരാധീനം കുറച്ച് മറഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ശിവക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ദേവീക്ഷേത്ര ദർശനമൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഒഴിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ കർമ്മ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഉയർച്ചയുള്ള ഒരു ദിവസം കൂടെയാണിന്ന്. ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു ദിവസവും കൂടെയാണിന്ന്. എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ നമുക്ക് ഇടവൻ രാശിക്കാരുടെ ഫലത്തിലേക്ക് പോകാം. കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ പകുതി ഭാഗവും ചേർന്നതാണ് ഇടവൻ രാശി. ഇടവൻ രാശിക്കാർക്ക് പൊതുവെ ഏറ്റവും നല്ല സമയമാണ്. കർമ്മസംബന്ധമായിട്ടായാലും ആരോഗ്യ സംബന്ധമായിട്ടാണെങ്കിലും എല്ലാം കൊണ്ടും ധനപരമായിട്ടും ഒക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ കാര്യങ്ങൾ നല്ലതായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട ദിവസം കൂടെയാണ് ഇന്നത്തെ ദിവസം. പൊതുവെ ഇന്നത്തെ ദിവസം ഗുണഫലമാണെങ്കിലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അത്ര നല്ല ഒരു ദിവസമായിരിക്കില്ല. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അപവാദങ്ങളൊക്കെ കേൾക്കാനുള്ള ഒരു സമയമാണ്. അപവാദങ്ങളൊക്കെ കേൾക്കാതെ ഒന്ന് ശ്രദ്ധിച്ചോളുക. ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു സമയമാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഇന്നത്തെ ദിവസം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ ഇനി നമുക്ക് മിഥുനം രാശിയിലേക്ക് പോകാം. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ 2ാമത്തെ പകുതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ശുഭകരമായിരിക്കും. കർമ്മരംഗത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു ദിവസമാണ്. പൊതുവെ മനസമാധാനം കുറഞ്ഞൊരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. അതൊഴിച്ചാൽ ധനപരമായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ദിവസമാണ്. കുടുംബത്തിൽ മനസമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകും. കർമ്മരംഗത്ത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും വീട്ടിൽ കുറച്ച് മനസമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അതുപോലെ ബന്ധുജനങ്ങളൊക്കെ നിങ്ങളെ കാണാൻ വരികയും അതുപോലെ നിങ്ങൾ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ്. ഒരുപാട് സന്തോഷ വാർത്തകളൊക്കെ കേൾക്കുന്ന ഒരു ദിവസം കൂടെയാണ് ഇന്നത്തെ ദിവസം. കൂടുതൽ നല്ല ഫലങ്ങൾക്കായിട്ടും അതുപോലെ ദോഷ നിവാരണത്തിനായിട്ടും നിങ്ങൾ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നത് നന്നായിരിക്കും. അതുപോലെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് വെണ്ണ കൊടുക്കുന്നത് നന്നായിരിക്കും. മനസമാധാനം മാത്രം നിങ്ങളൊന്ന് സംരക്ഷിച്ചോളൂ. ആരുടെടുത്തും പൊട്ടിത്തെറിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. അതൊന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് കർക്കിടകൻ രാശിയിലേക്ക് പോകാം. കർക്കിടകൻ രാശി എന്ന് പറയുമ്പോൾ പുണർദത്തിൻ്റെ അവസാനത്തെ പാദം, കാൽഭാഗം, അതും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ്. ആരോഗ്യപരമായിട്ടാണെങ്കിൽ ഏറ്റവും നല്ലൊരു ദിവസമാണെന്ന് തന്നെ പറയാം. ഇന്നത്തെ ദിവസം മാനസികമായിട്ടും സന്തോഷമൊക്കെ ഉള്ള ഒരു ദിവസമാണ്. നിങ്ങൾക്ക് യാത്രകൾ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. എങ്കിൽ പോലും യാത്രയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പക്ഷേ യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് ഇന്ന് കുറേ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്ത് ജോലി ചെയ്യുന്ന ബിസിനസ്സുകാർക്ക്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം നല്ലതാണ്. രാഷ്ട്രീയക്കാർ അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും നല്ല ദിവസമാണ്. അധ്യാപകർക്ക് അതുപോലെ ബാങ്കിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും നല്ല ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. പിന്നെ മാതാപിതാക്കളുടെ ആരോഗ്യത്തിലും സന്താനങ്ങളുടെ ആരോഗ്യത്തിലും കുറച്ച് ശ്രദ്ധ പതിപ്പിക്കേണ്ട ദിവസം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു ദിവസം കൂടെയാണിന്ന്. അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇനി അടുത്തത് നമുക്ക് ചിങ്ങൻ രാശിയിലേക്ക് പോകാം. ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ മകം, പൂരം,
ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ചേർന്നതാണ് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിക്കാർക്ക് ഉദര രോഗങ്ങൾക്കൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ പല്ലുവേദനയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടിയ ഒരു സമയമാണ് ഇത്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹമൊക്കെ ഉണ്ടാകാനുള്ള ഒരു ദിവസം കൂടെയാണിന്ന്. അതുപോലെ കേസ് വ്യവഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലിപ്പം ആണ് അതിന് തീരുമാനം വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു തീരുമാനമായിരിക്കില്ല വരുന്നത്. കാരണം ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാനുള്ള ഒരു സമയമാണ്. യാത്ര കാരണവും ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ട സമയമാണ്. ഇന്നത്തെ ദിവസം കുറച്ച് മോശമായിരിക്കും. എങ്കിലും നിങ്ങളുടെ ഒരു ധൈര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രതികരണ ശേഷിയുമൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ദിവസം കൂടെയാണ്. കുറച്ചുകൂടെ ഒന്ന് ധൈര്യമായിട്ട് ബാക്കിയുള്ളവരടുത്ത് ആലോചനാപൂർവമായിട്ട് വാക്കുകളൊക്കെ ഉപയോഗിച്ച് നിൽക്കേണ്ട ഒരു ദിവസമാണ്. അതുപോലെ ഗുരുക്കന്മാരെയൊക്കെ സന്ദർശിക്കുന്നതിനും അവർക്ക് അവരുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നതിനും അവരിൽ നിന്ന് അനുഗ്രഹമൊക്കെ നേടുന്നതിനുമൊക്കെ പറ്റിയൊരു ദിവസമാണ്. ഇങ്ങനെയുള്ള സമയങ്ങളൊന്നും നമ്മൾ പാഴാക്കാൻ പാടില്ല. പൊതുവെ ധനപരമായിട്ടൊക്കെ ഒരു ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ദിവസമാണ്. ആരോഗ്യം കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് കന്നിരാശിയാണ്. ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര അരയും ചേർന്നതാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് പൊതുവേ ഇന്ന് നല്ല ഒരു ദിവസമാണ്. എന്നാൽ പോലും യാത്രകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. യാത്രകളിൽ അപകടങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂട്ടുകാരൊക്കെ ശത്രുക്കളായിട്ട് തീരുന്ന ഒരു സമയമാണ്. കൂട്ടുകാരൊക്കെ പെട്ടെന്നായിരിക്കും, നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ ഒരു ഇതുവരെ കാണാത്ത ഒരു മുഖമൊക്കെ കാണേണ്ടി വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ടൊന്ന് കൂട്ടുകെട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുപോലെ യാത്രകളും നന്നായിട്ട് ശ്രദ്ധിക്കണം. അച്ഛനമ്മമാർക്കും അതുപോലെ കുടുംബത്തിലുമൊക്കെ മനസ്സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടായിരിക്കുമെങ്കിലും പുറത്ത് കുറച്ച് മനസ്സമാധാനം കുറവായിരിക്കും. കൂട്ടുകാരെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ യാത്രകളെ സംബന്ധിച്ചൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സമയം കൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുപോലെ ഇനി അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് തുലാം രാശിയിലേക്കാണ്. തുലാം രാശിയിലെ നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ ചിത്തിര അരയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് തുലാം രാശി. തുലാം രാശിക്കാർക്ക് പൊതുവേ നല്ല സമയമാണെങ്കിൽ കൂടെ ഇന്നത്തെ ദിവസം അത്ര നന്നായിരിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പെരുമാറ്റം കാരണം മാനസികമായിട്ട് തകർന്നു പോകുന്ന ഒരു സമയമാണിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും എപ്പോഴും പ്രതീക്ഷകൾ കുറച്ചൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഉള്ള ധനമൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രതീക്ഷിക്കേണ്ട. തരാമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പലരും വാക്ക് മാറേണ്ട ഒരു ദിവസം കൂടെയാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് നിങ്ങൾ അത് ഓർത്തൊന്നും വിഷമിക്കേണ്ട. നിങ്ങൾക്കിതല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള ധനാഗമമൊക്കെ ഉണ്ടായിക്കോളും. തൽക്കാലം ഇന്നത്തേക്ക് നിങ്ങളൊന്ന് ക്ഷമിക്കേണ്ട ഒരു ദിവസമാണ്. ബാക്കിയുള്ളവരുമായിട്ട് കലഹത്തിനൊന്നും പോകരുത്. കുറച്ച് മോശമായിട്ടുള്ളൊരു ദിവസമാണ്. രാവിലെ തന്നെ ശിവക്ഷേത്ര ദർശനം, ദേവീക്ഷേത്ര ദർശനമൊക്കെ നന്നായിരിക്കും. അതുപോലെ എല്ലാ ദിവസവും ഒന്ന് ദേവി മഹാത്മ്യമോ അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമമൊക്കെ വായിക്കുകയോ, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടല്ലോ, അപ്പോൾ യൂട്യൂബിനകത്ത് ഇതെല്ലാം അവൈലബിളാണ്. നമുക്ക് യാത്ര ചെയ്യുമ്പോൾ വേണമെങ്കിലും നമുക്കിതിട്ട് ഹെഡ്സെറ്റ് വെച്ചൊക്കെ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഹെഡ്സെറ്റ് വെച്ചൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. വീട്ടിലാണെങ്കിലും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തും അതുപോലെ സന്ധ്യയ്ക്ക് നാമം ജപിക്കേണ്ട സമയത്തും രാവിലെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം ഇട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, അത് നമ്മുടെ കുടുംബത്തിന് ഏറ്റവും ഐശ്വര്യം ഉണ്ടാക്കി തരുന്ന ഒരു കാര്യമാണ്. നമ്മളെ ഏത് പ്രതിസന്ധികളിലും പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ് ഭഗവതിക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ഭഗവതിയെ നന്നായിട്ട് ഉപാസിക്കേണ്ട ഒരു സമയമാണ് ഇത്. അതുപോലെ തന്നെ നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ സന്ധ്യയ്ക്ക് ദർശനം നടത്തുകയും അതുപോലെ വെളുത്തവാവിനും കറുത്തവാവിനും ഒക്കെ സന്ധ്യയ്ക്ക് ദർശനം നടത്തണം. കറുത്തവാവിൻ്റെ അന്ന് കടുംപായസ നിവേദ്യവും വെളുത്തവാവിൻ്റെ അന്ന് പാൽപ്പായസ നിവേദ്യവും അതുപോലെ തന്നെ വെളുത്ത പൂക്കൾ കൊണ്ടുള്ള മാലയും ഒക്കെ ചാർത്തേണ്ട സമയമാണ്. കുറച്ച് സമയം മോശമാണ്. കാലിനൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതെ സൂക്ഷിക്കണം. ആരോഗ്യപരമായിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതെ സൂക്ഷിക്കണം. അതുപോലെ കള്ളന്മാരിൽ നിന്നൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകാതെ സൂക്ഷിക്കണം. കാര്യതടസ്സങ്ങളൊക്കെ ഒരുപാടുണ്ടാകുന്ന സമയമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വയ്ക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകമായിട്ടും ശ്രദ്ധ വേണ്ടുന്ന ഒരു സമയം കൂടെയാണിത്. അപ്പോൾ ഇനി നമുക്ക് വൃശ്ചികൻ രാശിയിലേക്ക് പോകാം. വൃശ്ചികൻ രാശിയിലെ നക്ഷത്രങ്ങളെന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ചേരുന്നതാണ് വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശിക്കാർക്ക് പൊതുവേ നല്ലൊരു ദിവസമാണിന്ന്.
അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള, ഉദര സംബന്ധമായിട്ടൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ വീഴ്ച ഉണ്ടാവാതെ, നടുവിടിച്ചൊക്കെ വീഴ്ച ഉണ്ടാവാതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസം കൂടെയാണ് ഇന്നത്തെ ദിവസം. കഴിയുന്നതും വീഴ്ചയൊക്കെ ഉണ്ടാകാതെ സൂക്ഷിക്കണം. ആരോഗ്യപരമായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തലവേദന ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ജോലിയുടെ സ്ഥലത്തും കുറേ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കർമ്മരംഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ എങ്കിലും നിമിഷ നേരം കൊണ്ട് നിങ്ങൾ വിചാരിച്ചിരിക്കാതെ തന്നെ കർമ്മത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന, അതായത് സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടെയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. നിങ്ങൾക്ക് ഉന്നത സ്ഥാനമാനങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ട് കിട്ടും. പ്രമോഷൻസൊക്കെ, അതാണ് ഉന്നത സ്ഥാനമാനങ്ങൾ എന്നുള്ള വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രമോഷനൊക്കെ കിട്ടേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് മേലുദ്യോഗസ്ഥരുമായിട്ടും അതുപോലെ നമ്മുടെ ഓഫീസിലൊക്കെ ഒരു നല്ല ജോലിയിലൊക്കെ നല്ല ശ്രദ്ധ വേണ്ട സമയമാണ്. ഇത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമായിരിക്കും. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമായിരിക്കും. ഇനി നമുക്ക് ധനുരാശിക്കാരുടെ കാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ധനുരാശി എന്ന് പറയുമ്പം മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ കാൽഭാഗവും ചേർന്നതാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈശ്വരാധീനമുള്ള സമയമാണ്. എങ്കിൽ പോലും അറിയാമല്ലോ, കണ്ടകശനി സമയം കൂടാണ്. യാത്രകളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനസമാധാനമൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. നമുക്കാരും മനസമാധാനവും തരത്തില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. സ്നേഹമൊക്കെ കൊടുത്ത് വേണം സ്നേഹം വാങ്ങിക്കാൻ. മനസ്സിനകത്ത് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഭാര്യയോടായാലും മക്കളോടായാലും അമ്മയോടായാലും അച്ഛനോടായാലും ശകല സ്നേഹമൊക്കെ കാണിക്കാനായിട്ടുള്ളൊരു സമയം കൂടെ കണ്ടെത്തണം. മറ്റുള്ളവരുടെ വാക്കുകൾക്കും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എല്ലാ തീരുമാനങ്ങളും എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടിലേക്കൊക്കെ പോകും. നിങ്ങളൊരു തീരുമാനം എടുത്ത ശേഷം ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടെ ആരായുന്നത് നന്നായിരിക്കും. അപ്പോൾ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ്. ഇനി അടുത്തത് നമുക്ക് മകരം രാശിയിലേക്ക് പോകാം. മകരം രാശിയിലെ നക്ഷത്രം എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതി, ആദ്യത്തെ പകുതിയും ചേർന്നതാണ് മകരം രാശി. മകരം രാശിക്കാർക്ക് പൊതുവേ നല്ല സമയമാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങൾ എത്രയോ കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഊർജ്ജസ്വലതയും പ്രയത്നവും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയേറെ കാര്യങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് സാധിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വീട്, വാഹനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമ്പാദിക്കുന്നതിനും, അതുപോലെ നഷ്ടപ്പെടാതെ, ഭൂമിയൊക്കെ നഷ്ടപ്പെടാതെയൊക്കെ, നമുക്ക് ചില സാഹചര്യത്തിലൊക്കെ നമ്മുടെ ഭൂമിയും വീടുമൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നൊക്കെ വന്ന സാഹചര്യം, ജപ്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് പോലും നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടുള്ളൊരു സമയമാണ്. അതിൽ നിന്നൊക്കെ മാറി നല്ലൊരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് പോകാനും, പെട്ടെന്ന് എവിടെന്നെങ്കിലും ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ലാഭം വന്നിട്ട് നിങ്ങൾക്ക് വരുന്ന നഷ്ടങ്ങളൊക്കെ നികത്തപ്പെടാനും സഹായങ്ങളൊക്കെ ലഭിക്കാനും ഒക്കെയുള്ള ഒരു സമയമാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. അതുപോലെ ഭൂമിയൊക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും മകരം രാശിക്കാർക്ക് ഇപ്പോൾ ഏറ്റവും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ്. സഹോദരങ്ങളിൽ നിന്നൊക്കെ സഹായം ലഭിക്കുന്ന സമയമാണ്. അതുപോലെ കെമിക്കൽസിൻ്റെ വിപണനമൊക്കെ നടത്തുന്നവർക്കും ഇത് ഏറ്റവും നല്ല സമയമാണ്. അതുപോലെ ടൂൾസൊക്കെ, അത് ടൂൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്വർണ്ണമൊക്കെ ഉണ്ടാക്കുന്ന ടൂൾസുണ്ട്, പലതരത്തിലുള്ള ടൂൾസ് ഉണ്ടല്ലോ. നമുക്ക് പറമ്പ് കിളയ്ക്കാൻ ഉപയോഗിക്കുന്ന മൺവെട്ടി മുതൽ എന്തൊക്കെ ടൂൾസാണ് ഉള്ളത് അല്ലേ, അങ്ങനെയുള്ളൊക്കെ ടൂൾസ്. അതുപോലെ തന്നെ ഈ മെഡിക്കൽ സപ്ലൈസൊക്കെ ഉണ്ടല്ലോ, സർജിക്കൽസൊക്കെ സെയിൽസ് നടത്തുന്ന ആൾക്കാർക്ക്, മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന ആൾക്കാർക്ക് ഒക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, ഇങ്ങനെയുള്ള ബിസിനസ്സുകാർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ്. ഇഷ്ടം പോലെ സമ്പത്തൊക്കെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. പക്ഷേ എങ്കിലും ഇതിനകത്ത് സാമ്പത്തിക നഷ്ടവും കൂടെ ഉണ്ടാവേണ്ട സമയമായതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സാമ്പത്തിക നഷ്ടം വരാതെ ശ്രദ്ധിക്കണം. ലാഭം ഉണ്ടാകുന്നെങ്കിലും മറ്റൊരു സൈഡിൽ കൂടെ നഷ്ടം ഉണ്ടായാൽ പിന്നെ നമുക്ക് ഈ ലാഭം കൊണ്ട് വലിയ പ്രയോജനമില്ലല്ലോ. അപ്പം നഷ്ടമുണ്ടാകാനുള്ള പഴുതുകളൊക്കെ അടച്ചുകൊണ്ട് കിട്ടുന്ന ലാഭമൊക്കെ സമ്പാദ്യമാക്കി തീർക്കേണ്ട ഒരു സമയമാണ്. പലതരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങളും അതുപോലെ സ്വർണവും ഒക്കെ സമ്മാനമായിട്ട് ലഭിക്കുന്ന സമയമാണ്. അതുപോലെ ബന്ധുക്കളൊക്കെ നിങ്ങൾക്ക് പൈസ കൊണ്ട് തരുന്ന ഒരു സമയമാണ്. പൈസ ധനപരമായിട്ട് നിങ്ങൾക്ക് ബന്ധുക്കളിൽ നിന്നൊക്കെ സഹായം ലഭിക്കുന്ന ഒരു സമയം കൂടെയാണ് ഇപ്പം നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മുന്നോട്ട് പോകും. എങ്കിലും കണ്ണിൻ്റെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുപോലെ ശ്വാസം മുട്ടലുള്ളവർ, അതുപോലെ ദേഹം തീരെ മെലിഞ്ഞിട്ടുള്ളവരൊക്കെ ഒന്ന് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് നല്ല
ശ്രദ്ധ വയ്ക്കേണ്ട ഒരു സമയവും കൂടെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ കഠിനാധ്വാനം ഒരുപാട് ചെയ്യേണ്ടി വരും. ലാഭമുണ്ടെങ്കിലും ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന ഒരു സമയം കൂടെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി നമുക്ക് കുംഭൻ രാശി ഒന്ന് നോക്കാം. കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതിയും ചതയവും പൂരൂരുട്ടാതിയുടെ 1/4 ഭാഗവും ചേർന്നതാണ് കുംഭം രാശി. ഈ കുംഭം രാശിക്കാർക്ക് ഇപ്പോൾ 2ാം ഭാവത്തിൽ ചന്ദ്രലഗ്നാധിപതി സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ 7ര ശനിയുടെ അവസാന കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരീക്ഷണമൊക്കെ എന്തായാലും ഉണ്ടാവും. 7ര ശനി കഴിഞ്ഞാലും കുറച്ച് നാളത്തേക്കും കൂടെ പരീക്ഷണമൊക്കെ ഉണ്ടാവും. അതുപോലെ ശനിദശയൊക്കെ നടക്കുന്നവർക്കാണെങ്കിലും ഇപ്പോൾ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി കൈവരുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങൾക്ക് സാമ്പത്തിക ലാഭങ്ങളൊക്കെ ഉണ്ടാകും. വീട്, വാഹനം ഇങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകും. ആരോഗ്യപരമായിട്ട് കുറച്ച് മോശമായിരിക്കും. അലഞ്ഞു തിരിയേണ്ട ഒരു സമയമാണ്. ഒരുപാട് അലച്ചിലൊക്കെ ഉണ്ടാവേണ്ട സമയമാണ്. അതുപോലെ യാത്ര ചെയ്ത് ധനം സമ്പാദിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് നല്ല സമയമാണ്. ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന സമയമാണ്. സാമ്പത്തിക അഭിവൃദ്ധിയിലൊന്നും പ്രശ്നമില്ല. പക്ഷേ ബാക്കി മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള അസ്വസ്ഥതകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി അടുത്തത് മീനൻ രാശിയാണ്. പൂരൂരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും അതുപോലെ ഉത്രട്ടാതിയും രേവതിയും ചേർന്ന രാശിയാണ് മീനൻ രാശി. മീനം രാശിക്കാർക്ക് ശുഭവുമാണ്, എന്നാൽ കുറച്ച് ദോഷവും കൂടെ ഉള്ള സമ്മിശ്രമായിട്ടുള്ള ഒരു ദിവസമാണ്. നിങ്ങൾ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിൽ കൂടെ കുറച്ച് കൂടുതൽ, കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളിലും കൂടെ കുറച്ച് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ കിട്ടുന്ന പൈസ, വീട്, വാഹനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം മാറ്റി വയ്ക്കേണ്ട സമയമാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. പക്ഷേ മാതാവുമായിട്ടൊക്കെ കലഹമൊക്കെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പബ്ലിക് റിലേഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, രാഷ്ട്രീയക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും നല്ല സമയമാണ്. ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട സമയം കൂടെയാണ്. കാലിന് പ്രശ്നമുണ്ടാവാതെയും അതുപോലെ തന്നെ തലവേദന, പിത്താധിക്യം കൊണ്ട് തലവേദന ഉണ്ടാവാതെയും BP ഒക്കെ, ഒരുപാട് ടെൻഷനൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് BP ഒക്കെ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. എല്ലാ ഭാഗ്യങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ രാശിക്കാർക്കും ഉണ്ടാകട്ടെ. എല്ലാ നല്ല ഫലങ്ങളും അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഫലപ്രവചനം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.